അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തോക്കിയുടെ ഇന്ത്യ സന്ദർശനത്തോടെ ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനുമായുള്ള പിൻവാതിൽ നയതന്ത്രം പരസ്യമാകുന്നു. താലിബാൻ ഭരണം പിടിച്ച് 4 വർഷത്തിന് ശേഷമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നയതന്ത്ര സംഘം ഇന്ത്യയിലെത്തുന്നത്. ഒരു കാലത്ത് ഭീകരരെന്ന് വിളിച്ചിരുന്ന താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിക്കുന്നുവെന്നും ഔദ്യോഗിക ബന്ധം സ്ഥാപിക്കുന്നുവെന്നും വിമർശനമുയരുമ്പോഴും മധ്യേഷ്യയിലേക്ക് ഇന്ത്യയ്ക്കുള്ള വാതിലാണ് അഫ്ഗാനിസ്ഥാൻ എന്ന വസ്തുത മറക്കാനുമാവില്ല. പഹൽഗാം ഭീകരാക്രമണത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലും അഫ്ഗാൻ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. താലിബാൻ ഭരണം പിടിച്ച് ദിവസങ്ങൾക്കകം 2021 ഓഗസ്റ്റ് 31 ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറായിരുന്ന ദീപക് മിത്തൽ ദോഹയിലെ താലിബാൻ്റെ പൊളിറ്റിക്കൽ ഓഫീസിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഷേർ മുഹമ്മദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. താലിബാൻ്റെ അഭ്യർത്ഥന അനുസരിച്ചാണ് കൂടിക്കാഴ്ചയെന്നായിരുന്നു അന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം. 2022 ഇന്ത്യ ഒരു സാങ്കേതിക സംഘത്തെ അഫ്ഗാനിസ്ഥാനിൽ നിയോഗിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ താൽപ്പര്യത്തിന് പല കാരണങ്ങളുണ്ട്. നൂറ്റാണ്ടുകളുടെ ചരിത്രവും 19-ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കടന്നുകയറ്റം ഭയന്ന ബ്രിട്ടീഷ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഇടയ്ക്കുള്ള സുരക്ഷാ മേഖല പോലെയാണ് കണ്ടത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെയും പിന്നീട് സ്വതന്ത്ര ഇന്ത്യയുടെയും പ്രാഥമിക ഉദ്ദേശം അതുമാത്രമായിരുന്നു. നൂറ്റാണ്ടുകളായി അക്രമികൾക്ക് ഇന്ത്യയിലേക്കുള്ള കവാടമായിരുന്ന അഫ്ഗാനിസ്ഥാൻ സുഹൃത്ത് രാജ്യമായി കൂടെയുണ്ടാകണം. പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ അരക്ഷിതബോധം സൃഷ്ടിക്കണം. ഇന്ത്യയുമായുള്ള കിഴക്കൻ അതിർത്തിയിൽ അവർ സൈന്യത്തെ വിന്യസിച്ചാൽ പ്രതിസന്ധിയാകുമെന്ന തിരിച്ചറിവായിരുന്നു ഇതിനു കാരണം. പാകിസ്ഥാൻ്റെ പടിഞ്ഞാറുള്ള ഇറാനെയും അഫ്ഗാനിസ്ഥാനെയും സുഹൃത്തുക്കളാക്കിയാണ് ഇന്ത്യ അതിന് ശ്രമിച്ചത്. ധാതുക്കളും ലോഹങ്ങളും എണ്ണയും പ്രകൃതിവാതകവും എല്ലാം ഏറെയുള്ള മധ്യേഷ്യയിൽ ഇന്ത്യയ്ക്കും താൽപ്പര്യമുണ്ട്. ഇറാനിലെ ചാബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ പങ്കാളിയാകുന്നതും അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് റോഡ് നിർമ്മിക്കുന്നതുമെല്ലാം ഈ ലക്ഷ്യങ്ങളോടെയാണ്. 2022 JP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള നയതന്ത്ര സംഘം കാബൂളിലെത്തി അമീർ ഖാൻ മുത്തോക്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്നത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ മുത്തോക്കി ഇന്ത്യയുടെ സഹായത്തെ സ്വാഗതം ചെയ്തിരുന്നു. മധ്യേഷ്യയിലെ സാഹചര്യങ്ങൾ ഏതാനും വർഷങ്ങൾക്കിടയിൽ മാറിമറിഞ്ഞു. താലിബാനുമായി നല്ല ബന്ധത്തിലായിരുന്ന പാകിസ്ഥാൻ ശത്രുപക്ഷത്തായി. പാക് താലിബാൻ്റെ ഭീകരപ്രവർത്തനം അഫ്ഗാൻ പാക് അതിർത്തിയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നു. പാകിസ്ഥാനിലെ അഫ്ഗാൻ അഭയാർത്ഥികളെ തിരിച്ചയക്കുന്ന സാഹചര്യവുമുണ്ടായി. ഇറാൻ്റെ ശക്തി താരതമ്യേന കുറഞ്ഞു. ചൈനയാകട്ടെ അഫ്ഗാനിസ്ഥാനിലൂടെ റോഡ് നിർമ്മിക്കുകയും അവിടെ അംബാസഡറെ നിയമിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ഏറ്റവും ഉചിതമായ സമയം ഇതാണെന്ന വിലയിരുത്തലിലാണ് നിലവിലെ നീക്കങ്ങൾക്ക് പിന്നിൽ. അല്ലെങ്കിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അവിടെ നടത്തിയ നിക്ഷേപങ്ങൾക്ക് ഫലമുണ്ടാകില്ലെന്നാണ് കണക്കുകൂട്ടൽ. ഇന്ത്യ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾക്ക് സഹായം നൽകുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. ഏകദേശം $250 കോടിയിലേറെ അവിടെ ചെലവഴിച്ചിട്ടുമുണ്ട്. ഒപ്പം ജീവകാരുണ്യ പദ്ധതികളുമുണ്ട്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ താലിബാനെ അംഗീകരിച്ചു കഴിഞ്ഞു. കാബൂളിലെ എംബസിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതോടെ ഈ ഘട്ടത്തോട് ഇന്ത്യ കൂടുതൽ അടുത്തിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ ഈ നീക്കത്തെ പാശ്ചാത്യ വിദേശ രാജ്യങ്ങൾ എങ്ങനെ കാണുന്നുവെന്ന് കണ്ടറിയാം.